നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡും കൊണ്ട് തന്നെയാണ് നമ്മൾ പല പ്രൊഡക്ട്സ് നമ്മൾ പ്രീ ബുക്കിംഗിലേക്ക് എടുക്കുന്നത്. കാരണം പ്രീ ബുക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ 20 ഡേയ്സ് അല്ലെങ്കിൽ 30 ഡേയ്സും കൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്ട്സ് ഇതുവരെ ഫ്ലോറൻസ് ആ ഒരു വാക്ക് പാലിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രൊഡക്ട്സ് തന്നെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ 2-3 പ്രീ ബുക്കിംഗ് പ്രൊഡക്ട്സിനെ കുറിച്ച് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യുക കേട്ടോ. കാരണം നമ്മുടെ ഒരു ജോർജറ്റിന്റെ പ്രീ ബുക്കിംഗ് ഒക്കെ നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് ഇത് ഈ കാണുന്ന അത്രയും ഒരു 700-800ഓളം കളേഴ്സിന്റെ ഉള്ളൊരു കളർ ചാർട്ടാണ് നമുക്ക് മുമ്പിലേക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് നമ്മൾ ആ ചെയ്ത പ്രൊഡക്റ്റ് ഇപ്പോൾ നമ്മൾ റെഡ് എന്ന് പറഞ്ഞാലും റെഡിഷ് മെറൂൺ, റെഡ് ചില്ലി റെഡ്, ടൊമാറ്റോ റെഡ്, അങ്ങനെ നമുക്കൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരുപാട് റെഡ് നമുക്ക് ഇതിനകത്തേക്കുണ്ട്. ഈവൻ കളർ ചാർട്ട് വെച്ച് നമ്മൾ ഓർഡർ ചെയ്താൽ പോലും നമുക്ക് അതിനകത്തൊക്കെ വീണ്ടും ഈ പറഞ്ഞ പോലെ ഡൈ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ചെറിയ വേരിയേഷൻസ് വരും. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ നിങ്ങളോട് അത്രയും ഒരു വിശ്വസ്തത കാണിക്കേണ്ട ഒരു ആവശ്യം നമ്മുടേതായതുകൊണ്ട് തന്നെ കറക്റ്റ് നമ്മൾ ആ സെയിം കളർ തന്നെ വരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ 2-3 പ്രാവശ്യം ഈ ഫാബ്രിക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ച് റിട്ടേണും ഒക്കെ നമുക്ക് അയക്കേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ കളർ മാറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫുൾ ബൾക്ക് തന്നെ വീണ്ടും വെയിറ്റിംഗ് ആയി, പിന്നെ ചിലപ്പോൾ അവരത് വീണ്ടും ഡൈ ചെയ്ത് വരേണ്ടി വരും. അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഇതിനകത്ത്. ജോർജറ്റിനകത്ത് ഹക്കോബയ്ക്കകത്തും ഒക്കെ ഇതൊക്കെ ആട്ടോ സംഭവിക്കുന്നത്. നമുക്ക് എപ്പോഴും ആഗ്രഹം എന്ന് പറയുന്നത് 20 ഡേയ്സും കൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും 15 ഡേയ്സും കൊണ്ട് ഇവിടുന്ന് പ്രൊഡക്റ്റ് ഡിസ്പാച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അത്രയും സന്തോഷമാണ്. കാരണം ഞാനും ഈ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ഒട്ടും ക്ഷമയില്ലാത്ത ആളാണ് വെയിറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാക്സിമം നമ്മൾ ഇതുവരെയുള്ള എല്ലാ പ്രൊഡക്ട്സും നമ്മൾ അങ്ങനെ ഡിസ്പാച്ച് ചെയ്തിട്ടുമുണ്ട്. പുറത്തിലൊക്കെ ഇപ്രാവശ്യം എല്ലാവർക്കും അറിയാലോ അല്ലേ, ഇപ്രാവശ്യം ഫ്ലഡ്സും ഒക്കെ ആയിട്ട് ഒത്തിരി അവിടെ മഴയും കാലാവസ്ഥയൊക്കെ മാറ്റം വന്നതുകൊണ്ട് തന്നെ നമുക്കിത് ഡൈ ചെയ്ത് വരാൻ വേണ്ടിയിട്ടും കുറച്ചുകൂടെ ഡിലേ വന്നു. സാധാരണ നമ്മൾ എടുക്കുന്നതിനെക്കാട്ടിലും നമുക്കിത് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമ്മുടെ സപ്ലയറുടെ അടുത്ത് ഇതിന്റെ 1000 മീറ്റർ, ഈ കളറിന്റെ 2000 മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്ക് ഓർഡർ കൊടുക്കുക. അവരവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അയച്ചു വരാൻ തന്നെ നമുക്കിപ്പം നമ്മുടെ നാട്ടിൽ എറണാകുളം ഒക്കെ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് ഇവിടെ കിട്ടും. സൂററ്റും ജയ്പൂരൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് 7 തൊട്ട് 10 ദിവസം വരെ ചിലപ്പോൾ ട്രാൻസ്പോർട്ടിൽ ഉണ്ടാകുന്ന ഇഷ്യൂസും ഡിലേ ഒക്കെ കൊണ്ട് പിന്നെയും ഡിലേ ആവാട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഓണം വന്നു. ഓണം എന്ന് പറയുമ്പോൾ നമുക്കൊരു ടൈം ലിമിറ്റ് ഉണ്ടല്ലോ, എല്ലാവർക്കും ഓണത്തിന് ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളല്ലേ. പിന്നെ ഞങ്ങളും ഇതിനകത്ത് നമ്മുടെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആദ്യത്തെ ഓണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് സെറ്റായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വിചാരിച്ചതിനെക്കാട്ടിലേക്ക് ഒരുപാട് ഓർഡർ അധികം വന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിന് നമ്മൾ പ്രയോറിറ്റി കൊടുത്തു. ഇപ്പോൾ ഓണത്തിന് മുന്നേ ഉള്ളതായിരുന്നു അറിയാം ഈ കോഡ് സെറ്റും അതുപോലെ തന്നെ നമ്മുടെ ജോർജറ്റും അതുപോലെ തന്നെ നമ്മുടെ ഹക്കോബയുടെ ജാക്കറ്റ് കുർത്തിയും. ഈ 3 പ്രീ ബുക്കിംഗ് അത് കാരണം കൊണ്ട് തന്നെ കുറച്ച് ഡിലേ ആയി. കാരണം നമ്മുടെ ഓണം കംപ്ലീറ്റ് എല്ലാ കസ്റ്റമേഴ്സിനും തന്നെ കിട്ടുന്ന രീതിയിലേക്ക് അതിന്റെ പ്രൊഡക്ഷനും അതിന്റെ ഡിസ്പാച്ചിങ്ങും നമ്മൾ പ്ലാൻ ചെയ്തതുകൊണ്ടാട്ടോ കുറച്ച് ഡിലേ വന്നു. അപ്പോൾ ഇത് 3 എണ്ണം ബുക്ക് ചെയ്ത കസ്റ്റമേഴ്സിനോട് കുറച്ച് സോറി ചോദിക്കുന്നു. ഓൾമോസ്റ്റ് നമ്മുടെ കോഡ് സെറ്റ് ഫുള്ളായിട്ട് തന്നെ ഓൾമോസ്റ്റ് 99% ഇവിടുന്ന് ഡിസ്പാച്ചിങ് കഴിഞ്ഞു കേട്ടോ. ബാക്കി കുറച്ച് പീസസും കൂടെ ഉള്ളൂ. അത് നമുക്ക് ഇന്നും നാളെ ആയിട്ട് നമുക്ക് ഇവിടുന്ന് പോകും. ജോർജറ്റിന്റെയും ഡിസ്പാച്ചിങ് സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ഡിലേ വരുന്നത് നമ്മുടെ ഹക്കോബയുടെ ജാക്കറ്റ് കുർത്തിക്കാണ്. കാരണം അതിന്റെ ഡൈ ചെയ്ത് വന്നപ്പോഴത്തേനും കോട്ടൺ ആയതുകൊണ്ട് തന്നെ അതിനകത്തെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ ജോർജറ്റിന്റെ ഒരു ചില സൈസസ്, ചില കളറിന്റെ ചില സൈസസ് ഒരു 98% ഓൾമോസ്റ്റ് കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ തന്നെ നമ്മൾ കുറേ കസ്റ്റമേഴ്സിന് കിട്ടിയിട്ടുണ്ടാകും. ഡിസ്പാച്ചിങ് അതിന്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിലേ വന്നിട്ടുള്ളതിൽ നമ്മൾ ഫ്ലോറൻസയുടെ ഫുൾ ടീം നിങ്ങളോട് സോറി ചോദിക്കുന്നു. ഇത് ഇങ്ങനെ ഒരു സംഭവിച്ചതുകൊണ്ടാട്ടോ. പിന്നെ ഈ പ്രീ ബുക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കയ്യിലുള്ള കാര്യമല്ല. വന്നാൽ നമ്മൾ ഫാബ്രിക് എത്രയും പെട്ടെന്ന് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഡിസ്പാച്ച് ചെയ്യും. ഇത് വരുന്നതിനുള്ള ഡിലേയാണ്. കാരണം ഇതിന്റെ കളർ മാറിപ്പോകാം, അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ ക്വാണ്ടിറ്റി ആയിരിക്കത്തില്ല നമുക്ക് ചിലപ്പോൾ വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ഇഷ്യൂസ് വരും. അങ്ങനെയൊക്കെ പലതും സംഭവിക്കും. ചിലപ്പോൾ വരുന്ന ഫാബ്രിക് ഫുള്ളായിട്ട് തന്നെ ആ ഒരു റൂമിലെ ഫുൾ ഫാബ്രിക് തന്നെ ചിലപ്പോൾ ഡാമേജ് ആയിട്ട് വരും. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇത് വീണ്ടും തിരിച്ച് അങ്ങോട്ടേക്ക് റിട്ടേൺ അയക്കണം. വീണ്ടും പുതിയത് അവിടെ നിന്ന് വരണമെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ ഡിലേ ഒക്കെ വരും. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഇത് 3 ഓർഡർ ചെയ്ത കസ്റ്റമേഴ്സിന് കുറച്ച് ഡിലേ ആയെന്ന് അറിയാം. അങ്ങനെ ഇനി ഒട്ടും വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, ക്യാഷ് റീഫണ്ട് വേണം എന്നുള്ള കസ്റ്റമേഴ്സിന് അത് തരാനായിട്ട് നമ്മൾ വില്ലിംഗ് ആണ്. നമ്മുടെ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ പൈസ മീൻസ് ഇത്രയും നമ്മൾ ഡിലേ ആക്കി എന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. നമുക്കിവിടെ ഒരു തവണ ഒരു കസ്റ്റമർ ഇതിനകത്തേക്ക് മെസ്സേജ് ചെയ്തതാണ്, നിങ്ങളുടെ പൈസ ഞങ്ങളിവിടെ മീൻസ് മേടിച്ച് വെച്ചേക്കുവാണെന്നുള്ള രീതിയിൽ. നമുക്ക് അങ്ങനെ അതിൻ്റെ യാതൊരു ആവശ്യമില്ല. അങ്ങനെയൊക്കെ നമ്മൾ നിങ്ങളുടെ പൈസ ഇവിടെ മേടിച്ച് വെച്ചാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്കത് എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത് നമുക്ക് വേറെ എന്തെങ്കിലും രീതിയിലേ നമുക്കത് നഷ്ടപ്പെട്ടു പോകത്തുള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെ പൈസയ്ക്കും അതുപോലെ തന്നെ എല്ലാവരുടെ സമയത്തിനും വിലയുണ്ടെന്ന് അറിയാവുന്ന ഒരാളാണ് ഞാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ടീമും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ഡിലേ ആയതിന് നമ്മൾ ഒന്നുകൂടെ സോറി ചോദിക്കുന്നു. വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൊഡക്ട്സ് കൈ കിട്ടി കഴിയുമ്പോൾ അത് വർത്ത് ഫോർ മണി ആയിരിക്കും ഞാൻ ഗ്യാരണ്ടി തരുന്നു. ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിയിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും അത് തിരിച്ചെടുക്കാൻ എനിക്ക് തോന്നുന്നില്ല വേറെ ഒരു ഓൺലൈൻ സൈറ്റുകാരും റെഡിയാവുന്നുള്ളത്. ക്യാഷ് റീഫണ്ട് ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല. അത്രയും ഡാമേജ് ഉള്ള പ്രൊഡക്ട്സ് പോലും കിട്ടിയിട്ട് ഓപ്പണിംഗ് വീഡിയോ ഉണ്ടായിട്ട് പോലും തിരിച്ച് റിട്ടേൺ എടുക്കാത്ത ഓൺലൈൻ സൈറ്റ് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് ഡാമേജ് ആയിട്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തതിനോ പോലും ഫ്ലോറൻസ് നിങ്ങൾക്ക് ആ ക്യാഷ് റീഫണ്ട് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പകരം വേറെ പ്രൊഡക്റ്റ് എടുക്കാനായിട്ട് വില്ലിംഗ് ആയിട്ടുണ്ട്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഫ്ലോറൻസ് ഇന്ന് ഈ ഒരു നിലയിലെത്തിയത്. അതിന് ഏറ്റവും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കസ്റ്റമേഴ്സാണ്, അതുപോലെ തന്നെ ദൈവാനുഗ്രഹവും. കാരണം ഏറ്റവും പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞ പോലെ കസ്റ്റമേഴ്സിന് നല്ല പ്രൊഡക്ട്സ് ഞങ്ങൾ ഇതുവരെ എന്ന് പറഞ്ഞാലും പ്രീ
ബുക്കിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ എനിക്ക് അത്രയും ഉറപ്പ് പറയാൻ പറ്റും, വേറെ ഏതൊരു സൈറ്റ് കൊടുക്കുന്നതിനെക്കാട്ടിലും അത്രയും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ക്രമീകരിച്ച് തന്നെയാണ് നമ്മൾ ഇവിടുന്ന് പ്രൊഡക്ട്സ് നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്തിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള കസ്റ്റമേഴ്സിനാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് റീഫണ്ടോ ഇനി അതല്ല പകരം വേറെ പ്രൊഡക്ട്സ് വേണമെങ്കിൽ അങ്ങനെ പോലും നമ്മൾ ഇവിടുന്ന് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിൾ റിവ്യൂസ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. കാരണം അതിനകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന്റെ ജെന്യൂൻ ഫീഡ്ബാക്കാണ്. നമ്മുടെ ഒരു പ്രൊഡക്ട്സ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരിടുന്ന ഫീഡ്ബാക്ക് ആണത്. നമുക്കത് ഒരിക്കലും ആരെയും കൊണ്ട് ഞങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനോ ഞങ്ങൾക്ക് ഹൈഡ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ലാത്തൊരു കാര്യമാണ്. ഏതൊരു സൈറ്റിന്റെ ആണെങ്കിലും നിങ്ങൾക്ക് അതിന്റെ ഗൂഗിൾ റിവ്യൂസ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റ് കിട്ടി, ഇഷ്ടപ്പെട്ടില്ല, ഡാമേജ് കിട്ടി, മാറ്റാൻ പറ്റിയില്ല, കസ്റ്റമേഴ്സ് അതിനകത്ത് ഓപ്പൺ ആയിട്ട് ജെന്യൂൻ ആയിട്ട് തന്നെ ഫീഡ്ബാക്ക് ഇടുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ അത്രയും വിശ്വസ്തയോടെ ഞങ്ങൾ ആ ഒരു ബിസിനസ് ചെയ്യുന്നതുകൊണ്ടാണ് അത്രയും നമുക്ക് കസ്റ്റമേഴ്സിന്റെ സപ്പോർട്ടും കിട്ടിയേക്കുന്നത്. എന്നാലും ഇനി എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഒരു നെഗറ്റീവ് ഇത് കസ്റ്റമേഴ്സ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദ ഹോൾ ഫ്ലോറൻസ് ടീം നിങ്ങളോട് സോറി ചോദിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് ടീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9 to 6 ഇവിടെ വർക്കിംഗ് ആണ്. അതേപോലെ തന്നെ ഇനിയിപ്പം നിങ്ങൾ ഒന്ന് വിളിച്ചോ, ബിസി ആണെങ്കിൽ വേറൊരു കോളിലാണെങ്കിൽ നമുക്ക് ആ കോള് ചിലപ്പോൾ കാണിക്കത്ത് പോലും ഇല്ല, ഒന്നുകൂടെ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വിളിക്കുക. ജസ്റ്റ് ഒരു മെസ്സേജ് ആണെങ്കിലും അയച്ചിട്ടാൽ മതി, എന്താണെങ്കിലും റിപ്ലൈ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അത് ആ ദിവസം തന്നെ എല്ലാവരും തന്നെ വെബ്സൈറ്റ് തുടങ്ങിയപ്പോൾ വാട്സാപ്പിന്റെ സപ്പോർട്ട് നിർത്തിയവരായിരിക്കും പല ഓൺലൈൻ സൈറ്റുകാരും. പലർക്കും വെബ്സൈറ്റിൽ കൂടെ ഓർഡർ എടുക്കാൻ അറിയത്തില്ല, അല്ലെങ്കിൽ വാട്സാപ്പിൽ കൂടെ മെസ്സേജ് അയക്കാൻ മാത്രം ഇഷ്ടമുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ വെബ്സൈറ്റിന്റെ ഒരു ടീമും ഉണ്ട്, നമുക്ക് വാട്സാപ്പിന് വേറൊരു ടീമും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇതൊന്നുമില്ല, നിങ്ങൾ മെയിൽ അയക്കുവാണെങ്കിലും ആ സെയിം ഡേ തന്നെ നിങ്ങൾക്ക് എന്താണെങ്കിലും അതിനുള്ള റിപ്ലൈ കിട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളൊരു നെഗറ്റീവ് ഇതുണ്ടെങ്കിൽ നമ്മൾ അതിന് സോറി ചോദിക്കുന്നു. ഇതിനകത്ത് കുറച്ച് ഡിലേ വന്നതിന് സോറി ചോദിക്കുന്നു. ബിക്കോസ് ഓണം ഇതിനിടയ്ക്ക് കയറിയതുകൊണ്ടാട്ടോ. നമ്മളീ പറഞ്ഞല്ലോ നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് തുടങ്ങിയതിന് ശേഷമുള്ള ആദ്യത്തെ ഓണമായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെയൊക്കെ നമ്മൾ ഇതിനകത്ത് പ്രിപ്പയർഡ് ആവാനായിട്ടുണ്ട്. ക്രിസ്മസിന് എന്താണ് ഈ ഒരു എക്സ്പീരിയൻസ് അതിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരിക്കലും ഇങ്ങനത്തെ ഒരു അനുഭവം ആർക്കും ഉണ്ടാവത്തില്ല. എന്തായാലും ഇതുകൊണ്ടാണ് നമ്മൾ ഓണത്തിന് പ്രയോറിറ്റി കൊടുത്തു, അതുകൊണ്ട് സംഭവിച്ചതാട്ടോ. അപ്പോൾ ഈ 3 പ്രൊഡക്ട്സും ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇവിടുന്ന് ഡിസ്പാച്ച് ആവുന്നതായിരിക്കും. എന്തെങ്കിലും കാരണത്താൽ വെയിറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ക്യാഷ് റീഫണ്ട് വേണ്ടവർക്ക് നമ്മൾ അങ്ങനെ തരുന്നതായിരിക്കും. NRI കസ്റ്റമേഴ്സ് നാട്ടിൽ വന്നവരൊക്കെ നമ്മളെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ന ദിവസം ട്രാവൽ ചെയ്യുവാണ്, പ്രൊഡക്റ്റ് പെട്ടെന്ന് വേണം എന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുത്തു കേട്ടോ, അതുകൊണ്ട് സംഭവിച്ചതാണ്. അപ്പോൾ ശരി, ബൈ.